എയർ ഇന്ത്യയുടെ ഒരു 75ഓളം ഷെഡ്യൂളുകൾ, അത് ശൈത്യകാല ഷെഡ്യൂളിന്റെ ഭാഗമായിട്ട് 75 സർവീസുകൾ വെട്ടിക്കുറയ്ക്കാനുള്ള ഒരു നീക്കം നടക്കുന്നു എന്നായിരുന്നു. കരിപ്പൂരിൽ നിന്ന് ഉൾപ്പെടെ അപ്പോൾ ഗൾഫ് സെക്ടറിലേക്കുള്ള ഒരുപാട് വിമാനങ്ങളാണ് നഷ്ടമാകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ എക്സ്പ്രസിന്റെ ശൈത്യകാല ഷെഡ്യൂൾ സർവീസ് കുറയ്ക്കരുത് എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ മീഡിയ വൺ വാർത്തയിൽ പ്രതികരിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ MP ആവശ്യപ്പെട്ടിരിക്കുന്നത്. കണ്ണൂർ കരിപ്പൂർ വിമാനത്താവളങ്ങളിൽ നിന്ന് സർവീസ് കുറയ്ക്കരുതെന്നാവശ്യപ്പെട്ട് വ്യോമയാന മന്ത്രിക്കും എയർ ഇന്ത്യ എക്സ്പ്രസ് ചെയർമാനും ഷാഫി പറമ്പിൽ കത്ത് നൽകി. എയർ ഇന്ത്യ ഗൾഫിലേക്കുള്ള സർവീസുകൾ വെട്ടിക്കുറയ്ക്കാൻ ഒരുങ്ങുന്നുവെന്ന മീഡിയ വൺ വാർത്തയ്ക്ക് പിന്നാലെയാണ് MPയുടെ ഇടപെടൽ. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും കോഴിക്കോട് നിന്ന്. സലാം, കോഴിക്കോട് ഒരുപാട് പ്രവാസികൾ, പ്രത്യേകിച്ച് കരിപ്പൂർ വിമാനത്താവളത്തെയും കണ്ണൂരിനെയും ഒക്കെ ആശ്രയിക്കുന്ന ധാരാളം പ്രവാസികളെ വെട്ടിലാക്കുന്ന ഒരു വാർത്തയായിരുന്നു ഇന്നലെ വന്നത്. ശൈത്യകാല ഷെഡ്യൂളിൽ മാറ്റം വരുത്താൻ ഒരുങ്ങുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൽ MP അടക്കം ഇപ്പോൾ ഇടപെടുന്നു, അതിനെന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമെന്നുള്ളൊരു പ്രത്യാശ കൂടി ഈ സമയം ഉണ്ടാവുകയാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് MP പറഞ്ഞത്? പ്രധാനമായും പ്രവാസികൾക്ക് വലിയ രീതിയിൽ തിരിച്ചടിയാകുന്ന ഒരു തീരുമാനം തന്നെയാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അതോടെ തന്നെ വടക്കൻ കേരളത്തിൽ നിന്നുള്ള വിമാന സർവീസുകൾ പൂർണ്ണമായും കുറയുന്നു എന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതോടെ പ്രവാസികളെ വലിയ ദുരിതത്തിലാക്കുന്നു എന്നുള്ളതാണ് MP ഈ കത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും വ്യോമയാന മന്ത്രിക്കും അതുപോലെ എയർ ഇന്ത്യ എക്സ്പ്രസിനുമാണ് ഇപ്പോൾ കത്ത് നൽകിയിട്ടുള്ളത്. ഈ വിമാന സർവീസുകൾ വെട്ടിക്കുറച്ചത് പുനഃപരിശോധിക്കണം. കൂടാതെ ഈ അധിക സർവീസുകൾ ഏർപ്പെടുത്തുന്ന ഈ നിലവിലുള്ള തീരുമാനം ഈ പ്രവാസികളെയും അതുപോലെ വിമാന സർവീസുകൾ ആശ്രയിക്കുന്നവരെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് അധിക സർവീസുകൾ ആ രീതിയിലുള്ള അവർക്ക് അനുകൂലമായ സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്നൊക്കെ തന്നെയാണ് കത്തിൽ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ നിലവിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ഈ ഒരു തീരുമാനമെടുത്തതോടുകൂടി ഈ കരിപ്പൂരിൽ നിന്ന് ദമാമിലേക്കുള്ള വിമാന സർവീസുകൾ 3 കുറയും, അബുദാബിയിലേക്ക് 4 കുറയും, അങ്ങനെ മസ്കറ്റിലേക്ക് ഉള്ള വിമാന സർവീസുകൾ കുറയും. കൊച്ചിയിൽ നിന്നും അബുദാബിയിലേക്കുള്ള സർവീസുകൾ 4 കുറയും. അതുപോലെ കരിപ്പൂരിൽ നിന്നുള്ള കുവൈറ്റ് സർവീസ് പൂർണ്ണമായും നിർത്തലാക്കേണ്ട സ്ഥിതി ഉണ്ടാവും. കണ്ണൂരിൽ നിന്നുള്ള ബഹ്റൈൻ, ജിദ്ദ, ദമാം, കുവൈത്ത് സർവീസുകളൊക്കെ തന്നെ നിർത്തിവെക്കേണ്ട സ്ഥിതിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. നിലവിൽ ഒക്ടോബർ അവസാന വാരത്തോടു കൂടിയായിരിക്കും ശൈത്യകാല ഷെഡ്യൂൾ ആരംഭിക്കുക. അതോടുകൂടി 75 സർവീസുകൾ കേരളത്തിൽ നിന്നുള്ള വിവിധ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകളായിരിക്കും നിർത്തലാക്കുക. ഇതോടെ 25 സർവീസുകളായിരിക്കും ഗൾഫ് സെക്ടറിലേക്ക് മാത്രമായിട്ടുള്ള സർവീസുകൾ നിർത്തലാക്കുക. ഇതാണ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുക. മറ്റു സംസ്ഥാനങ്ങളിലെ വിമാന സർവീസുകൾ, അധിക സർവീസുകൾ ആരംഭിക്കാനുള്ള ഒരു നീക്കം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഭാഗത്തുണ്ടാകുമ്പോഴാണ് കേരളത്തിനോട് ഈ രീതിയിലുള്ള ഒരു വിവേചനം കാണിക്കുന്നത്. പ്രധാനമായും പ്രവാസികളുടെ ഒരു വലിയ ബാഹുല്യമുള്ളൊരു സംസ്ഥാനം എന്ന നിലക്ക് ഈ വിമാന സർവീസുകൾ വെട്ടിക്കുറക്കുന്നത് വിമാന ടിക്കറ്റ് നിരക്കിലും അതുപോലെ യാത്രക്കാരുടെ ബാഹുല്യത്തിലുമൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വർധന ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇത് വലിയ പ്രതിസന്ധി പ്രവാസികൾക്കും അതുപോലെ വിദേശ യാത്രകളൊക്കെ തന്നെ ആശ്രയിക്കുന്ന ആളുകൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണ്. അതുപോലെ മലയാളികളെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു തീരുമാനത്തിൽ നിന്നും പിന്തിരിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ MPമാർ രംഗത്തെത്തിയിരിക്കുന്നത്. മീഡിയ വൺ ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ MK രാഘവൻ MP നേരത്തെ തന്നെ വ്യോമയാന മന്ത്രാലയത്തോട് ഈ ഒരു തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ MP കൂടി, അതായത് വടക്കൻ കേരളത്തിൽ നിന്നുള്ള 2 MPമാർ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. ഇതിൽ നിന്നും, അതായത് ഈ വിമാന സർവീസുകൾ വെട്ടിക്കുറയ്ക്കുന്നതിനുള്ള തീരുമാനത്തിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസും അതുപോലെ വ്യോമയാന മന്ത്രാലയവും പിന്മാറണമെന്നുള്ളൊരു ആവശ്യമാണ് ഇവർ ഈ കത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഏതായാലും ഇനി എന്തായിരിക്കും വ്യോമയാന മന്ത്രാലയവും അതുപോലെ എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതരും എടുക്കുന്ന തീരുമാനം എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഏതായാലും പ്രവാസികൾ വലിയ ഒരു ആശങ്കയിലായിരിക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് കൈക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും പിന്മാറുമോ എന്നുള്ളതാണ് ഇനി ഈ MPമാരുടെ ഇടപെടലിന് പിന്നാലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടിയിലേക്ക്, അല്ലെങ്കിൽ പ്രവാസികൾക്കോ അല്ലെങ്കിൽ ഈ വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട് വിമാന സർവീസുകൾ വെട്ടിക്കുറക്കുന്ന തീരുമാനത്തിൽ നിന്നും വ്യോമയാന മന്ത്രാലയവും അതുപോലെ എയർ ഇന്ത്യ എക്സ്പ്രസും പിന്മാറുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഏതായാലും മീഡിയ വൺ ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ ഇപ്പോൾ ഒരു ഇടപെടൽ ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നും MPമാരുടെ ഭാഗത്തുനിന്നും ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. MK രാഘവൻ MPക്ക് പിന്നാലെ ഷാഫി പറമ്പിൽ MP കൂടി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ശരി സലാം, എന്തായാലും MPമാരുടെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഫലം കാണട്ടെ. എത്രയോ ആളുകളെ അനുഭവങ്ങൾ അങ്ങനെയല്ല ജിൽസി.